ഇന്ന് ഈ താടി വെക്കുന്നോണ്ടെയും ഈ തലയിൽ തട്ടിടുന്നോണ്ട അവസ്ഥ. തട്ടത്തിന്റെ കഥ നമ്മൾ പറഞ്ഞു, അപ്പിക്കുപ്പ എന്നെ വിളിക്കേണ്ട കാര്യമുള്ളൂ. വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, അതിലേക്ക് ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല, വേണേ കിടക്കാം. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് എന്താ, ഇത്രയേ ഉള്ളൂ. അതായത് ഒരു കുട്ടിക്ക് തട്ടമിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു ചന്ദ്രക്കുറി തൊട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീക്ക് ആ വേഷം ധരിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ, കുരിശുമാല ധരിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ സാമൂഹ്യ സാഹചര്യത്തെയും ആ രീതിയെയുമാണ് നമ്മൾ വിമർശന വിധേയമാക്കേണ്ടത്. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന്റെ ഈ മെഴുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്, ഓ എത്ര നിഷ്കളങ്കൻ. അതായത് എല്ലാ മതങ്ങൾക്കും ഇതുപോലെ കുറി തൊട്ടും കൊന്ത തൊട്ടും ഇതേപോലെ കുരിശ് വരച്ചൊക്കെ വരാനുള്ള അവകാശം അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് ഏറ്റവും മഹനീയമായ സാധനം എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. എത്ര നിഷ്കളങ്കൻ. ഇതിലൂടെ ഒളിച്ചു കിടത്തുന്ന സംഗതി എന്താണ്? ഞാൻ പറയാം. ഈ കുട്ടിയുടെ രക്ഷിതാക്കൾക്കൊപ്പം സ്കൂളിൽ വന്നത് SDPയുടെ ഭാരവാഹികളാണ്. ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നു, വീഡിയോ പുറത്തുവിടുന്നു. SDP എന്താ ആവശ്യപ്പെട്ടത്? ഇതിന്റെ പേരിൽ ഒരു സർക്കുലർ ഇറക്കട്ടെ എന്ന് പറയുന്നിടത്ത് തന്നെ ഇതിനെ കള്ളക്കളി മുഴുവൻ വിളിച്ചതായില്ലേ? For example, hijab is our first priority. Education is our second priority. Hijab is our first priority, and but one thing, yes, is the came in on the land phone. അപർണ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഇതിൽ ആ കുട്ടിക്ക് ഇപ്പോഴും ഹിജാബ് ധരിക്കാനാണ് താല്പര്യമുണ്ടെങ്കിൽ അപർണ ആരുടെ കൂടെയാണ്? മതാചാരപരമായിട്ടുള്ള പല അടയാളങ്ങളും ധരിച്ചുകൊണ്ടല്ല വാർത്ത വായിക്കേണ്ടത് എന്നുള്ളത് ഒരു ബൈലോയാണ്. അതൊരു റിട്ടേൺ ബൈലോ അല്ല, അതൊരു അൺറിട്ടേൺ ബൈലോയാണ്. പക്ഷേ നിങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ ഭാഗമാകുമ്പോൾ, നിങ്ങൾ പട്ടാളത്തിന്റെ ഭാഗമാകുമ്പോൾ, നിങ്ങൾ ഒരു മിലിറ്ററിയുടെ ഭാഗമാകുമ്പോൾ നിങ്ങൾ അനുസരിക്കേണ്ടത് ആ ബൈലോയാണ്. ഞാനത് ചോദിക്കരുതായിരുന്നു. മതാചാരത്തെക്കാളും മതേതരത്വം മുന്നിൽ നിൽക്കുന്ന ചില സന്ദർഭങ്ങളിലെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. നമ്മളിവിടെ പറയുന്നത് എന്താണ്, ഇവിടെ എത്ര ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്? ഇവിടെ സൗദി അറേബ്യയിലടക്കം ഇത്തരത്തിലുള്ള സംഗതികൾ നടക്കുന്ന സമയത്ത് സ്കൂളുകളിൽ ഈ ഹിജാബ് നിരോധിച്ചതാണ്. താജിക്കിസ്ഥാൻ 70-80% മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമാണ്. ഇവര് തന്നെ വലിയ സംഭവമായിട്ട് കൊണ്ടുനടക്കുന്ന സാധനമാണ് ഇസ്ലാമിന്റെ ഏറ്റവും മഹനീയ ഉദാഹരണങ്ങളായിട്ട്. അവിടെ ഈ പറയുന്ന സാധനം സ്കൂളിൽ അനുവദിക്കോ? ഇല്ല. എന്താ കാര്യം? അത് താലിബാനിസത്തിന്റെ ലക്ഷണമാണെന്നാണ് പറയുന്നത്, തീവ്രവാദികളുടെ ലക്ഷണമാണെന്നാണ് അവര് പറയുന്നത്. ഇതാണ് നാട്ടില് ഇന്ന് ഈ താടി വെക്കുന്നോണ്ടെയും ഈ തലയിൽ തട്ടിടുന്നോണ്ട അവസ്ഥ. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് എന്താ, ഇത്രയേ ഉള്ളൂ. അതൊക്കെ പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാൽ മതി. ഇനി ഞാൻ ചോദിക്കുന്നത്, ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ ഇനി മുതൽ കുരിശുമാല ധരിക്കരുത് അല്ലെങ്കിൽ ചന്ദനക്കുറി തൊട്ട് വരരുത് എന്നൊരു ബൈലോ ഇറക്കിയാൽ അതിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ആ സ്ഥാപനത്തിന്റെ ബൈലോ അനുസരിക്കാൻ കഴിയുന്നവരാണ് ആ സ്ഥാപനത്തിന്റെ ഭാഗമാകേണ്ടത്. ആരെയും നിർബന്ധിച്ച് ഒരു സ്ഥാപനത്തിന്റെ ഭാഗമാക്കുന്നില്ലല്ലോ എന്നൊരു ചോദ്യമില്ലേ? അങ്ങനെ അല്ല, അത് നിങ്ങൾക്ക് അനുസരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാപനത്തിന്റെ ഭാഗമാകാതിരിക്കാമല്ലോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും. ഒരിക്കൽ കേട്ടതല്ലേ അത്, നിങ്ങൾ അത് തന്നെ പാടിക്കൊണ്ടിരുന്ന ഇതങ്ങനെ ശരിയാവും. ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് ബാസിൽ, ഇതൊക്കെ കുറെ കഴിഞ്ഞു. അതായത് ഞാൻ പഠിച്ച സ്കൂളിൽ നമ്മളിവിടെ പറയണേ, ഞാൻ പഠിച്ച സ്കൂളിൽ ശബരിമലയുടെ സമയത്ത് ബ്ലാക്ക് ഡ്രസ് ഇട്ട് വരാൻ പാടില്ല എന്നുണ്ടായിരുന്നു. അതവിടെ സമ്മതിക്കില്ലായിരുന്നു. അതൊരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളായിരുന്നു. നിങ്ങളുടെ ഈ പറയുന്ന തരത്തിലുള്ള സാധനമൊക്കെ മാറ്റി വെക്കും. പിന്നെ ഇവിടെ നമ്മളെ കാര്യങ്ങൾ മെഴുകൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോകണം. അപ്പൊ നമ്മൾ ഇവിടുത്തെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം പറയുന്നത് ആ വിഷയത്തിനകത്ത് എല്ലാ ഭാഗം കേൾക്കണല്ലോ. ഞാനല്ലല്ലോ ഉത്തരം പറയുന്നത് ഉത്തരം പറയുന്നത് പാനലിസ്റ്റുകളാണല്ലോ. ആരിഫ് പറയട്ടെ. പ്രസംഗത്തിനിടയ്ക്ക് ഒരു സെക്കൻഡ് എനിക്ക് തരുമോ? പിന്നെന്താ ഒരു ഗ്യാപ്പിൽ സംസാരിച്ചു സമാധാനിക്ക്. ഓക്കെ, ക്ഷമ കൈക്കൊള്ളു ബാസിൽ. ഇതേപോലെ ഏത് വിഷയം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഈ സ്വഭാവം നിങ്ങൾ ഈ സാധാരണ മുസ്ലിങ്ങളെയും കൂടിയാണ് ഇവിടെ കൊലയ്ക്ക് കൊടുക്കുന്നത്. നീ ഒരു മാർവലസ് മൈരനാടാ. നിങ്ങളാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന ആളുകൾ. ഈ പറയുന്ന വിസ്ഡം ഗ്രൂപ്പ് ഒക്കെ നിങ്ങളാണ് സത്യത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അന്തകർ. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇവിടെ എന്താ കുഴപ്പം, ഇത് സെൻസിറ്റീവ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതേപോലെ ഇപ്പോൾ ഈ സമയത്ത് നടക്കുന്ന ചർച്ച അത് വിസ്ഡത്തിന്റെ വീഡിയോയിൽ താഴെ പോയാൽ മതി, അല്ലാതെ നോക്കിയാൽ മതി.
എന്തിന് പഠിക്കണം മുസ്ലിം സമുദായത്തിലുള്ള കുട്ടികൾ, ഇനി എന്തിന് ഇങ്ങനെ ഒരു ക്രൈസ്തവ ചർച്ച വേറെ മാനേജ്മെന്റ് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? സ്കൂളുകളിൽ പഠിക്കണം എന്ന് ചോദിക്കുന്നിടത്ത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, അങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ടാകുമ്പോൾ ഇത് മറ്റൊരു തരത്തിലേക്ക് പോവുകയാണ്. സഹിഷ്ണുത എല്ലാ ഭാഗത്തും വേണ്ട എന്ന് ചോദിച്ചു പോകില്ലേ? DGP തന്നെ പറഞ്ഞതാണ് നിരോധിക്കപ്പെട്ട ഇസ്ലാമിക വീരവാദ പ്രസ്ഥാനത്തിന്റെ ആളുകൾ തന്നെയാണ് SDPI ഉള്ളത്. അതിന്റെ അർത്ഥം ഇതും ഭീകര സംഘടന തന്നെയാണ്, തീവ്രവാദ സംഘടന തന്നെയാണ്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല അടിപൊളിയാ. ആ തീവ്രവാദ സംഘടന ഒറ്റ ദിവസം കൊണ്ട് അവർ രംഗത്ത് വരുന്നു, ഇത് ഉത്തരവാക്കി ഇറക്കി ഇത് കേരളം മുഴുവൻ നടപ്പിലാക്കണമെന്ന്. അപ്പൊ പിന്നെ ഇതിന്റെ പുറകിൽ എന്താ ഉള്ളത്? ഇത് പുലി വരുന്ന പുലിയൊന്നുമല്ല, പുലി വന്നു കഴിഞ്ഞു. അതിനെ നേരിടേണ്ടത് ആവശ്യമാണ്, അത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്, ഇവിടുത്തെ കുട്ടികളുടെ ഭാവിയുടെ ആവശ്യമാണ്. DPY എന്ന് പറയുന്ന നല്ലൊരു സ്കൂളിൽ നിന്നാണല്ലോ ഈ കുട്ടിയെ മാറ്റം മേടിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിന്റെ പിന്നിലെ അജണ്ട എന്താണ്? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിന് കീഴിലുള്ള കോളേജുകളിലോ സ്കൂളുകളിലോ ക്രിസ്ത്യൻ കുട്ടികളോ ഹിന്ദു കുട്ടികളോ പ്രശ്നം ഉണ്ടാക്കിയതായിട്ട്, ഇത്തരം കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വാർത്ത ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? മാനേജ്മെന്റുകൾ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഹനിക്കില്ല. ധരിക്കരുത് മുസ്ലിം മാനേജ്മെന്റ് ചന്ദനക്കുറി തുടരുത് എന്ന് ഒരു മുസ്ലിം മാനേജ്മെന്റ് പറയില്ല. അവരുടെ ബാസിൽ തെറ്റിദ്ധരിപ്പിക്കാനുണ്ടോ? നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നടത്തുന്ന തക്കിയ കളികൾ അത് പുറത്തെടുക്കരുത്. അത്തരം സ്ഥാപനങ്ങളിലുള്ള നിയമങ്ങൾ അത് വെച്ചാലേ നിങ്ങൾക്ക് ആളെ കിട്ടുള്ളൂ എന്നതുകൊണ്ട് നിങ്ങൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു. സ്ഥാപനങ്ങളിലുള്ള നിയമങ്ങൾ പാലിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്, അത് നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പൊ അത് രണ്ടും കൂടി വെച്ചിട്ട് നിങ്ങൾ ആളെ പറ്റിക്കരുത്. അത് ഇസ്ലാമിൽ നിങ്ങൾ മദ്രസയിൽ പറ്റിച്ചാൽ മതി, ബിസ്റത്തിന്റെ സ്കൂളിൽ പറ്റിച്ചാൽ മതി, ഇവിടെ നടക്കില്ല. ഓക്കെ, നിങ്ങൾ മറകെട്ടിയിട്ട് നടത്തുന്ന പരിപാടി ഇവിടെ നടക്കില്ല. ഓക്കെ, അതിവിടെ എക്സ്പോസ് ചെയ്യപ്പെടും. അത് പറയുമ്പോൾ അത് വെച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങളെ തക്കിയ കളി ഇവിടെ നടക്കരുത്. അപ്പൊ ബാസിൽ ബൈ. ബാസിൽ ഓടിയല്ലോ. അതിവിദഗ്ധമായ രീതിയിൽ തുരപ്പം കൊച്ചുണ്ണി CID മൂസയുടെ കയ്യിൽ നിന്നും ഊരിപ്പോയെന്ന്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്തു